എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോളിഫ്ലവർ 65ൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മാത്രമേ ഇതിനാവശ്യമുള്ളൂ. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്താൽ ഇത് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഇതിനായിട്ട് ഒരു കോളിഫ്ലവറിൻ്റെ പകുതി മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിനി ചെറിയ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഏകദേശം ഒരു 300 ഗ്രാം കോളിഫ്ലവറോടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് സമയം വെക്കും. എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടി. ഈ സമയം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വയ്ക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കോളിഫ്ലവർ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിന്ന് ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 ഇതൾ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ: 1/4 കപ്പ് കടലമാവ്, 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, എടുത്തു വച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ കൂടുതൽ കളർ കിട്ടും, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ. കുറച്ച് വലിയ ബൗൾ എടുത്ത് അതിലേക്ക് കൂട്ടുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് കൂടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പുളിരുചി വരും. ഈ കൂട്ടിലേക്ക് ഏകദേശം ഒരു 100 മില്ലി വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു കപ്പ് വെള്ളം എടുത്തതിൽ ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഇനി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം കോളിഫ്ലവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ആകും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.